പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഞാനൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട്. ഇതുവരെയും ഞാനും ചെയ്തിട്ടില്ല, വേറെ ആരും അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ടിട്ട് ഇതിലേക്ക് കറിവേപ്പിലയിട്ട് സവാളയും പച്ചമുളകും ഇച്ചിരി ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലൊരു 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെ എരിവാണ് ഞാനിതിൽ ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും. അതിൻ്റെ പച്ചമണം ഒന്ന് പോകണം വരെ ഒന്ന് നമുക്ക് ചെറിയ തീരൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ബ്രെഡാണ്. പക്ഷേ ഞാൻ ആ ബ്രെഡ് എന്നും ഉണ്ടാക്കുന്നത് പോലല്ല ഇന്നുണ്ടാക്കുന്നത്. അത് വേറൊരു ടൈപ്പിൽ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഈ ടൈപ്പിൽ ബ്രെഡ് നമ്മൾ യൂസ് ചെയ്തോണ്ടേ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതിൽ കൊഴുപ്പ് കൂടാനായിട്ട് ദാണ്ടെ ഇത്രയും മക്രോണിയാണ് ചേർക്കുന്നത്. അത് താല്പര്യമുള്ളവർ ചേർത്താൽ മതി. ആ മക്രോണി ഇതിൽ വെന്ത് നന്നായിട്ട് ഉടയുന്നുണ്ടെങ്കിൽ നല്ലൊരു കൊഴുപ്പും, നമ്മൾ സാധാരണ കൊഴുപ്പ് കിട്ടാൻ ഇതെല്ലാം ഒന്ന് ഉരുളൻകിഴങ്ങ് ചേർക്കുകയാണെങ്കിൽ അതൊന്ന് ഉടച്ച് ചേർക്കും, അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലോറോ വല്ലതും ചേർക്കും. അപ്പോൾ ഇതൊന്നും ചേർക്കാതെ ഞാൻ ഈ മക്രോണി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നുണ്ട്, നല്ല കൊഴുപ്പും കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒരു ഇച്ചിരി തേങ്ങയും പെരുംജീരകവും ഒരു ഏലക്കയും കൂടെ ഒന്ന് അരച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചത് വെന്ത് വരുമ്പം നല്ല ഒരു കുറുക്ക് നല്ലൊരു തിക്നെസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. മുട്ട ഞാനിവിടെ കുക്കറിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നോണ്ട് ഞാൻ മുട്ടയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രെഡ് സാധാരണ എന്നും ബ്രെഡ് അതുപോലെ എടുത്താണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ സ്റ്റീം കയറ്റിയിട്ടില്ല. ഇങ്ങനെ സ്റ്റീം കയറ്റി എടുത്തോണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്ത് നമുക്ക് കറിയും ഒത്തിരി വേണ്ട. അപ്പം ഞാനിത് ആദ്യം ഉണ്ടാക്കിയോണ്ടേ പൊണ്ണോട് ചോദിച്ചാൽ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കട്ടെ. അവൻ പറഞ്ഞു വേണ്ട മമ്മി, എനിക്കതൊന്ന് ടോസ്റ്റ് ചെയ്ത് തന്നാൽ മതി. ഞാൻ പറഞ്ഞു നീ ഒന്ന് കഴിച്ച് നോക്ക്. അപ്പോൾ കഴിച്ചോണ്ടേ ആൾക്ക് ഇഷ്ടമായി. കാരണം മറ്റേതാണെങ്കിൽ മുറുമുറ നമുക്കിങ്ങനെ ഇത്രയും സോഫ്റ്റ് കാണത്തില്ല ബ്രെഡിനും. അപ്പോൾ ഇതാകുമ്പം നല്ല സോഫ്റ്റാണ്, കറിയും അധികം വേണ്ട, നല്ല നമുക്കങ്ങ് അലിഞ്ഞു പോകുന്നത് പോലെ തോന്നും. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു, പാത്രങ്ങളെല്ലാം കഴുകി, മീനുണ്ടായിരുന്നു വിളക്കി വെച്ചു, കഞ്ഞിക്ക് വെള്ളം വെച്ച്, പിന്നെ കുറച്ച് ചീര, ഒരു ചീരത്തോരൻ തിന്നണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ചീര വാങ്ങിച്ചു. ഈ എത്ര സമയം ഇതിൻ്റെ പറയാറുണ്ട് എല്ലാം വെട്ടി തണ്ട് ഭയങ്കര കട്ടിയുള്ളത് ഓൺലൈനിൽ വാങ്ങിച്ച കട്ടിയായിരുന്നു. അപ്പം ബാക്കിയുള്ളതെല്ലാം ഇത്രയും എടുത്തിട്ടുണ്ട്. കുറേ നേരം കഴുകി പിന്നെ ഇലവർക്കുമല്ല വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ ജിയോ മാസത്തിൽ നോക്കിയുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ കൊണ്ടു തന്നെ മൊത്തം മുറ്റിയതായിരുന്നു. ഇച്ചിരിച്ചേ ഉള്ള ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു തണ്ടുകളായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മുറ്റിയ തണ്ടായിരുന്നു. അതവിടെ പിടിക്കട്ടെ. മീൻ വെട്ടണം. മീൻ ഇങ്ങനെ കവറിൽ തന്നെ വെള്ളം ഇട്ട് വെച്ചിരിക്കാം. ഒരു വാഷിങ്ങിന് ഇട്ടേച്ചെന്ന് ഞാൻ മീൻ വെട്ടം എടുത്തിട്ടുണ്ട്. മൊത്തത്തിലങ്ങ് ഒത്തിരി ഐസ് പോയിട്ടില്ല. അപ്പം നമ്മുടെ പിച്ചാത്തയ്ക്കും അത്രയ്ക്കങ്ങ് വലിയ ഷാർപ്പൊന്നുമില്ല. അപ്പം ഞാനിതൊന്ന് കണ്ടു ചെടുക്കട്ടെ. പക്ഷേ മീൻ നല്ല ഫ്രഷായിരുന്നു, കേരയല്ലായിരുന്നു, എങ്കിലും കറുപ്പ് ഒത്തിരി അങ്ങില്ലായിരുന്നു, ഇച്ചിരി വെള്ള പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മീൻ അന്നത്തെ ആ വീഡിയോ കണ്ടിട്ട് പലരും കുറേ കമൻസ് പറഞ്ഞു, ചേച്ചി എന്ത് ലാഭമാണ്, നല്ല ലാഭത്തിൽ കിട്ടി, നല്ല ഫ്രഷാണ്. അപ്പോൾ ഒരു കമൻറ്റ് വന്ന്, ചേച്ചി ഹാർബറിൽ പോലും ഇത്രയും വില കുറച്ച് കിട്ടത്തില്ലല്ലോ എന്ന്. ഞാനപ്പോൾ അതിന് റിപ്ലൈയും കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, ഈ സമയം ഇവിടെ ദസറ ആയതുകൊണ്ട് ഇവിടെ ഉള്ളവരൊന്നും കഴിക്കത്തില്ല, അവർക്കൊക്കെ ഉപവാസമാണ്. അതുകൊണ്ടാണ് ഇപ്പം മീൻകാർ അവർ മീനൊക്കെ എടുത്തുകൊണ്ട് വരുമ്പം കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് മീനാരും വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ഈ വാങ്ങിക്കുന്നവർക്കത് ലാഭത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇനി ഇത് ദസറ കഴിയുമ്പം ചിലപ്പം എന്തുവാണെന്ന് അറിയത്തില്ല, ഇതുപോലാണോ ഇനി വില കൂടുമോ. ഈ കഴിഞ്ഞിടെ ഒന്നും ഇവിടെ മീനേ ഇല്ലായിരുന്നു. ഒരിച്ചിരി മീൻ കിട്ടാൻ ഓൺലൈനിൽ നിന്ന് വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു റീസണും കൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ മീൻ കിട്ടിയത്. അതുപോലെ ഞങ്ങൾ സാധാരണ ഇച്ചിരി ഇത് 2 സമയമുണ്ട് ഈ മീൻ, രാവിലെ ഉണ്ട് വൈകിട്ടും ഉണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഈ രാവിലത്തെ വിറ്റ് പോകാത്തതായിരിക്കാം വൈകിട്ട് വെക്കുന്നത്. അതും ചിലയിടത്ത്
ചില സമയത്തേ ഫ്രഷ് അങ്ങനെ കിട്ടാറുള്ളൂ. ഇതെന്ന് പറയുന്നത് ഈ വരുന്ന സമയത്ത് പട്ടയ്ക്കുന്ന അവർ പിടിച്ചുകൊണ്ട് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇപ്പം അവിടുന്ന് ഇവിടെ വരെ വരുന്ന സമയമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ രാവിലെ ഫ്രഷ് നമുക്ക് കിട്ടിയത്. അപ്പം ഞാനിതൊന്ന് എൻ്റെ കൈ ഇങ്ങനെ തെന്നി പോകുന്നത് കൊണ്ട് ഞാനവിടെ പുളിവെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻകറിക്ക് പുളി കഴുകിയില്ലേ, ആ വെള്ളത്തിൻ്റെ അകത്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ തൊടുന്നത്. അപ്പോൾ ഇതിന് പരിഞ്ഞിലുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ മീൻ ഇത്തിരി ഉള്ളപ്പം പരിഞ്ഞിൽ അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്കകത്ത് നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഈ പരിഞ്ഞിലെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എപ്പോഴേലും സമയം പോലെ തോരൻ വെക്കാം. ഇവിടെ പരിഞ്ഞിൽ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. പിന്നെ പ്രൈസൻ ഞാൻ കഴിക്കുമ്പോൾ ഇടയ്ക്കന്ന് വരുവാണെങ്കിൽ കഴിക്കും, അല്ലാതെ വേറെ ആർക്കും ഇഷ്ടമല്ല ഇതിൻ്റെ. അതുപോലെ ഈ ലിവർ ഉണ്ടല്ലോ, നമ്മുടെ ചിക്കൻ്റെ ബീഫിൻ്റെയൊക്കെ ലിവർ, അതും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അത് എനിക്കും ഇഷ്ടമാണ്. അപ്പം ഞാനിതിൻ്റെ പരിഞ്ഞിലൊന്ന് എടുത്ത് അന്ന് ഞാനിത് മീൻ കൊണ്ടുവന്ന് തൂക്കി നോക്കിയായിരുന്നു. അമ്മക്ക് ഈ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചെണ്ണ നമുക്ക് എത്ര കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയേ. അപ്പോൾ തൂക്കി ഉണ്ണ ഇതൊരു 2,200 ഉണ്ടായിരുന്നു. ഒരെണ്ണം 2,200, ഒന്ന് 250 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്തിരി ഐസ് പോയിട്ടില്ലല്ലോ. അപ്പോൾ ഈ പിച്ചാത്തിക്കും ഷാർപ്പില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇത്രയും അങ്ങ് അകത്തോട്ടൊന്ന് ഡീപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ വാക്കത്തിയും കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ഉടനെ അതങ്ങ് താപ്പോട്ടങ്ങ് പോവും, നമുക്ക് പീസാക്കി കിട്ടും. അങ്ങനെയാണ് ഞാനൊന്ന് മുറിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മീൻ കാണുമ്പോൾ അറിയാം എത്രത്തോളം ഫ്രഷ് ആണെന്നുള്ളത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് വെട്ടിക്കഴുകിയെടുക്കട്ടെ. അപ്പോൾ എനിക്കിത് ഇന്നിപ്പോൾ ഈ കറി വെക്കുവാണെങ്കിൽ 2 ദിവസത്തേക്കിനുണ്ട്. അതുപോലെ ഒരു പാട്ടൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിപ്പം നമുക്ക് 200 രൂപയ്ക്ക് ഇവിടെ രാവിലെ ആകുമ്പോൾ ഞങ്ങളുടെ ഈ അടുത്തുള്ള ഈ ലോക്കൽ മാർക്കറ്റിലിരിക്കുന്ന ആൻറ്റിമാരെല്ലാം അവിടെ നിന്നാണ് പോയി മീൻ എടുക്കുന്നത്. അവരുടെ അടുത്ത് നമ്മളിപ്പോൾ ഈ മീൻ പോയി വാങ്ങിക്കുവാണെങ്കിൽ അവർ കുറഞ്ഞതൊരു 350-400 രൂപയിലും എടുക്കും. ഇതിപ്പം നമുക്ക് 200 രൂപയ്ക്കല്ല ഈ ഒരെണ്ണം കിട്ടിയത്. വയലയാണെങ്കിലും അവർ 200 രൂപയ്ക്ക് 6-7 ഒക്കെയാണ് തരുന്നത്. നമ്മൾ അവിടെ പോയി വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്ക് കിട്ടും. ഇച്ചിരി മെനക്കെട്ട് പോകണമെന്നേ ഉള്ളൂ. അവിടെ പോയി ഇച്ചിരി തള്ളും ഇതൊക്കെ കൊള്ളണം. ഇന്ന് ആക്ച്വലി ഞാൻ വീഡിയോ ഇടാനിരുന്നതല്ല. അപ്പോൾ ഇന്നലെ ചർച്ചിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ടാണ് രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കി. അതുമല്ല, ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് വന്നിട്ടുണ്ടേ ഇവിടുത്തെ ഈ ദസറയുടെ പരിപാടികൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഇന്നലെ നിർത്തിയത്. 11 മണി കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ എനിക്ക് പിന്നെ വോയിസ് ഓവറൊക്കെ കൊടുക്കണ്ടേ, പിന്നെ അങ്ങോട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും എനിക്ക് അങ്ങോട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ചിന്തിച്ചോ ഇന്ന് ഇടണ്ടാന്ന്, പിന്നെ ചിന്തിച്ചോ വീഡിയോ നോക്കി പലരും ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങ് ഇട്ടേക്കാന്ന്. എൻ്റെ കൂട്ടും മീൻ കൊതിച്ചിയ റിൻഡു ഞാനും അങ്ങനെ മീനിൻ്റെ ഏതെങ്കിലും വീഡിയോ കണ്ടാൽ ഞാൻ പോയി അത് നോക്കും. എനിക്ക് ആ ലാസ്റ്റ് വരെ അവരൊന്ന് കഴിച്ചുകൂടെ കാണിക്കുവാണെങ്കിൽ എനിക്ക് കുറേയും കൂടി ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്നത്തെ കറിക്കാണ് തലയെടുക്കുന്നത്. അപ്പം കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന്, അത് ഇപ്പം പുതുതായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ബിഗിനേഴ്സ് കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി റീസെൻ്റ്ലിയാണ് ചേച്ചിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നത്, എനിക്കതിൽ ചേച്ചിയുടെ ഫിഷ് കറി ഒത്തിരി അങ്ങ് ഇഷ്ടമായി. അപ്പോൾ അവളത് തന്നെ ഫോളോ ചെയ്ത് ആദ്യമൊന്നും ശരിയായില്ല, 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് അതുപോലെ പറ്റിയത്. ഇപ്പം ഞാൻ ചേച്ചിയുടെ മെത്തേഡ് തന്നെ ചെയ്യുന്നത്. ചേച്ചിയുടെ ഏത് വീഡിയോയിലും മീൻകറി ഉണ്ടെങ്കിലും അവൾ ഇരുന്ന് കാണുമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എത്ര കണ്ടാലും ബോറടിക്കത്തില്ല, മീൻകറി ഉണ്ടാക്കുന്ന സ്റ്റൈലും ലാസ്റ്റിലത്തെ ആ മീൻകറി കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, അതുകൊണ്ട് ചേച്ചി സ്കിപ്പ് ചെയ്യലേന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചില സമയത്തൊക്കെ കൂട്ടാനൊക്കെ മീനില്ലാത്ത സമയത്ത് കഴിക്കാൻ നേരം ഏതെങ്കിലും മീൻകറിയുടെ വീഡിയോ എടുത്ത് വെച്ച് കണ്ടിട്ടാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ എനിക്കങ്ങ് ചിരിയും വന്നു. അപ്പം ഞാൻ ചിന്തിച്ചാൽ ശരിയായിരിക്കും. കാരണം ചില സമയത്തൊക്കെ എനിക്ക് വിശപ്പ് വരത്തില്ല. അപ്പം വിശപ്പ് വരാത്ത ഇപ്പം ഞങ്ങളുടെ ഈ പിള്ളേർ ഏസ്മാറാന്നോ അസ്മാറാന്നോ ഒരു വീഡിയോ കാണില്ല ഫുഡ് കഴിക്കുന്നത് കിർ സൗണ്ടുള്ള. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നോ അത് നോക്കിയിട്ട് ഞാനിരുന്ന് കഴിക്കും. അപ്പോൾ ഇവന്മാരും ചില സമയത്ത് അത് കണ്ടിട്ട് പ്രൈസ് പറയും, മമ്മി എനിക്ക് വിശക്കുന്നു, എനിക്കത് ഇതാണ്. ഞാൻ പറയും, ഇനി മേലി ആ ചാനൽ കണ്ടുപോയേക്കില്ല, അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് വിശപ്പ് കൂടുതലെന്നും. അപ്പോൾ അതൊരു ശരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് സ്കിപ്പ് ചെയ്യാത്തത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ മീൻകറി വയ്ക്കാനായിട്ട് ചട്ടി വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കടുകും ഉരുന്നുള്ളി ഉലുവ ഇട്ടിട്ട് കറിവേപ്പില പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റണം. അതൊന്ന് വഴന്ന് വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ കാണാം മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല, കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ തലയും കൂടെ എടുത്തത് കൊണ്ട് ഇച്ചിരി മസാലയൊക്കെ അതിൽ വേണമല്ലേ, അതുകൊണ്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കൂത്തതിന് ശേഷം ഇതിൽ ചട്ടിയിലിട്ടിട്ട് അതൊന്ന് ചെറിയ തീയിൽ അതൊന്ന് മൂപ്പിച്ച് ആ മസാലയൊക്കെ മുളക് പൊടിയൊക്കെ ഒന്ന് ഇച്ചിരി
മൂത്ത് വന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പുളിയും പുളിവെള്ളവും ആവശ്യത്തിനുള്ള അരപ്പും ഉപ്പും ഉലുവാപ്പൊടി എല്ലാം ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുന്ന ഉടനെ മീൻ പറക്കി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് പകുതി അടപ്പടച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ച് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ മീൻ കറി റെഡിയായിട്ട് വരും. അപ്പോൾ ഇത് പ്രൈസം മോൻ ഇവിടെ ഉള്ള ദിവസത്തെ വീഡിയോ ആയിരുന്നു. അവൻ കുറേ നേരം കൊണ്ട് എൻ്റെ പുറകെ നടക്കും. അവന് പിയാനോ എടുത്തുകൊണ്ട് പിയാനോ ഇവിടെ നമുക്ക് താഴെ ഒന്നും വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ കബോർഡിൻ്റെ മുകളിലാണ് പോളുമോൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവന് ഇത്തിരി ഹൈറ്റ് ഉള്ളത് കൊണ്ട് അവൻ തന്നെ എടുക്കുന്നതും വെക്കുന്നതൊക്കെ. ഇവൻ എന്നോട് പറഞ്ഞ അവസാനം ഗതി ഇട്ട് ഞാനത് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് തന്നെ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ എടുത്ത് ഇവിടെ ഞാൻ തുണിയൊക്കെ സ്റ്റാൻഡ് എടുത്ത് വെച്ചേക്കുമായിരുന്നു. അവൻ അതെല്ലാം ജനലിൻ്റെ അവിടോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയേക്കുക. ലിപ്സ് അങ്ങനെ വെക്കടാ, ലിപ്പ് അങ്ങനെ വെക്കാതെ. അവനറിയത്തൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ച്. അപ്പോൾ ഇവർ രണ്ടുപേരും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെറി ഇങ്ങനെ വെളിയിലോട്ടിട്ടങ്ങിരിക്കും വായും തുറന്ന്. അപ്പോൾ ഞാനതാ പറഞ്ഞേടാ, ഒന്നാമത് ലിപ്പ് ഇച്ചിരി ഇങ്ങനെ വെളിയിലോട്ട് വന്നിരിക്കുക. ഞാൻ പറഞ്ഞ് ലിപ്പ് അടച്ചു വെക്കടാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വല്ലാതിരിക്കുമല്ലോ ലിപ്സ്. അതാ ഞാൻ പറഞ്ഞത് ലിപ്പ് ഒന്ന് ഇതായിട്ട് വെക്കുന്നത്. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ചീരയൊക്കെ അരിഞ്ഞെടുക്കാനൊത്തിരി ചീര കഴുകി അരിഞ്ഞെടുക്കാനാണ് പാട്. പിന്നെ നമുക്ക് കൂട്ടാൻ വെക്കാൻ സമയം എടുക്കത്തേയില്ല, പെട്ടെന്നാവും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് പോയി അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി തീരെ കുറവാണ്. ഇവന്മാർക്ക് ഇഷ്ടമൊന്നുമല്ല, പിന്നെ ഞങ്ങൾക്ക് മൂന്നിനും ഇഷ്ടം. ഇവന്മാർക്ക് പിന്നെ ഇന്നലത്തെ പയറുതോരനുണ്ട്, മോരുകറിയുണ്ട്. അപ്പോൾ ഈ ചീരയൊക്കെ വയറ്റി ചെന്നാൽ നല്ലതല്ല. ഇതുങ്ങളുടെ അടുത്ത് പറയാം. പിന്നെ പേരിന് വേണ്ടി ഒരു സ്പൂൺ എടുക്കും. അപ്പം ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി എല്ലാവർക്കും ഇച്ചിരി വിളമ്പാൻ വേണമല്ലേ. അപ്പം ഞാനൊരു 2 സവാളയും ഇച്ചിരി തേങ്ങയും എല്ലാം ഇട്ട് പിന്നെ ഇത് ചീര അങ്ങോട്ട് ഇട്ടൊന്ന് ആവി കയറുമ്പോഴേ ഇല്ല ബലൂൺ ചൊക്കുന്നത് പോലെ അതങ്ങ് ചൊക്കും. എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാൻ ഈ വീഡിയോ ആദ്യം ഒന്ന് എഡിറ്റ് ചെയ്തു. അപ്പം കേട്ടോണ്ടേ എന്തോ പറ ഒരു സൗണ്ട്. പിന്നെ വീണ്ടും 1 മണിക്കൂർ ഞാൻ ആദ്യത്തേത് വോയിസ് ഓവർ കൊടുക്കാൻ സമയമെടുത്ത് വീണ്ടും അടുത്തത് ഞാനിപ്പം എഡിറ്റ് ചെയ്തിടുക. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളവരോ എന്തോ പറ്റി, ഇനി മൊബൈലിൻ്റെ കുഴപ്പമായിരുന്നോ എന്തോന്ന് എനിക്കറിയത്തില്ല, പറ കേൾക്കുന്ന സൗണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് ചീരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിച്ചിരി ഒന്ന് ഇളക്കിയിട്ട് ഞാനത് അടച്ചവിടിടും. ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ തീയിലിട്ടൊന്ന് വേവിക്കും. കാരണം ആ ചീര ഒന്ന് വേവണമല്ലേ. എന്നിട്ട് അതൊന്ന് ഇപ്പം ഞാൻ ഇളക്കിയിട്ട് ഇനി ഞാൻ ചെറിയ തീയിലൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തുണിയൊക്കെ അങ്ങായി അതെല്ലാം ഒന്ന് വിരിക്കണം. ഇപ്പോൾ പോൾമോൻ ഈ വൈകിട്ട് വരുന്നത് കൊണ്ട് തുണികളുടെ വിരിപ്പെല്ലാം എല്ലായിടത്തും 3 സൈഡിലെയും തുണി വിരിക്കുന്നത് ഞാൻ തന്നെ. അപ്പോൾ ഒരാൾക്ക് പിയാനോ കൊടുത്തത് കൊണ്ട് അതും കൊണ്ട് അവിടെ ഇരിക്കുക. ഞാൻ അവിടുത്തെ ബഹളം കേൾപ്പിക്കാമേ. ഞാൻ അവൻ്റെ വീഡിയോ എടുക്കുമല്ല, ഞാനിവിടെ തുണി വിരിക്കുന്നതിൻ്റെ വീഡിയോ എടുത്താണ് അവൻ്റെ സൗണ്ട് ഇതിൽ വന്നതാണ്. ഞാനും ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് അത് കേട്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമെന്ന് വെച്ച്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇനി ഞാൻ തുണി വിരിക്കട്ടെ. അപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്കിന് ഞാൻ ചെറിയ തീയിൽ അവിടെ ഇട്ടേക്കുമായിരുന്നു. തോരനൊക്കെ റെഡിയായി. പക്ഷേ ഇച്ചിരി ഉള്ളായിരുന്നേലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മീൻ കറി വറ്റി വന്നായിരുന്നു. അതിൽ ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.